വാർത്തകളിലേക്കാണ്. കണ്ണൂർ പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. മൂളിയാത്തോട് സ്വദേശി കാട്ടിന്റെ അവിടെ ഷെറിനാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റ സുഹൃത്ത് വിനീഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇരുവരും CPM അനുഭാവികളുമാണ്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഈ മൂളിയാത്തോടെന്ന് പറയുന്നത് CPMന്റെ സ്വാധീന ശക്തിയുള്ള ഒരു മേഖല തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെ? പരിക്കേറ്റ വിനീഷിനെയും ഷെറിനെയും ഇന്ന് രാവിലെ 9:00 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. രണ്ടുപേരും സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഷെറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഷെറിന്റെ മുഖത്തും നെഞ്ചിലും വയറിലും അതീവ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. എന്തായാലും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ, കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഇരുവർക്കും ബോധമുണ്ടായിരുന്നില്ല എന്നാണ്, അബോധാവസ്ഥയിലായിരുന്നു രണ്ടുപേരുമെന്നാണ് ആശുപത്രി അധികൃതർ അപ്പോൾ തന്നെ ലഭിച്ച വിവരം. അതിന് പിന്നാലെയാണ് കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ എത്തുമ്പോഴേക്കും ഷെറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. വിനീഷിന്റെ നിലയും അതീവ ഗുരുതരമാണ്. വിനീഷിന്റെ 2 കൈപ്പത്തികളും അറ്റുപോയ നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വിനീഷ് ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് പുലർച്ചെ 1:30 പാനൂർ കൈവേലിക്കൽ മൂളിയാത്തോട് ഒരു സ്ഫോടനം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന വിനീഷിന്റെ വീടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു വീടിന്റെ ടെറസിലാണ് സ്ഫോടനം ഉണ്ടായത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം. അത് FIR-ൽ പോലീസ് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. വിനീഷിനും ഷെറിനും സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്നു. പിന്നാലെ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുന്നു. പോലീസാണ് ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ സ്ഥലത്ത് വലിയ പോലീസ് സംഘത്തെ വിന്യസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിൽ സ്ഥലത്ത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കാരണം അവിടെ ചോരയും മറ്റും കഴുകി കളഞ്ഞ നിലയിലാണ് അത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നു. അത് പോലീസിന്റെ അറിവോടുകൂടിയാണെന്ന ആക്ഷേപവും UDF ഉന്നയിക്കുന്നുണ്ട്. ശരി സുനിൽ, എന്തായാലും കണ്ണൂർ മൂളിയത്തോട് ആണ് ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിനിടെ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിച്ചിരിക്കുന്നു. പരിക്കേറ്റ മറ്റൊരാളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്.